നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കുഞ്ഞമ്മേ, അമ്പലത്തിലേക്ക് വന്നതാ? അതെ മോളെ. ഇതെന്താ അച്ഛനോടൊപ്പം ഇറങ്ങിയേ? അല്ല, മാഷിനെന്നെ മനസ്സിലായില്ലേ? പിന്നെ സുശീലയുടെ ചെറിയമ്മല്ലേ? എനിക്കറിയാം, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ. അതെ അതെ. അനുമോള് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നൊക്കെ അറിഞ്ഞായിരുന്നു കേട്ടോ. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ എല്ലാരും അറിഞ്ഞോ? നോമിനേഷൻ കൊടുക്കുന്നവരെ ആരും അറിയണ്ടെന്ന് വെച്ചതാ. തെരഞ്ഞെടുപ്പല്ലേ മോളെ, പാർട്ടിക്കാരൊക്കെ പ്രചരണം കൊടുക്കാതിരിക്കൂ. ഞാൻ മത്സരിക്കണമെന്നൊന്നും വിചാരിച്ചതല്ല കുഞ്ഞമ്മേ. അമ്മയായിരുന്നു ആദ്യം സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നത്. പിന്നീട് അമ്മയ്ക്ക് മാറി നിൽക്കേണ്ടി വന്നപ്പോ അമ്മ തന്നെയാ എന്നെ നിർബന്ധിച്ച് നിർത്തിയത്. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ സുശീലയെ മോളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അവള് പുറത്തു കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും അഭിനയ. ഉള്ളിലെ ആ പഴയ സുശീല ഇപ്പോഴും പത്തി വിടർത്തി നിൽപ്പുണ്ട്. അതൊക്കെ കുഞ്ഞമ്മയ്ക്ക് വെറുതെ തോന്നതാ. ഞാനും ഇന്ദ്രേട്ടനും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ ശേഷം കുഞ്ഞമ്മ അമ്മയെ കണ്ടിട്ടില്ലല്ലോ. കുറച്ചുനാള് കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ച ശേഷം വീണ്ടും സുശീല ഹർഷയെ കാണാൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. പഴയതുപോലെ അവിടെ വീണ്ടും ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് അനുപമേ. ഈ കാര്യം നിന്നെയോ ഇന്ദ്രനെയോ ഒന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ദൈവമായിട്ടാ എന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. അല്ല, സുശീലയും ഹർഷയും അനുവിനെതിരെയാണ് ഗൂഢാലോചന നടത്തുന്നതെന്ന് കുഞ്ഞമ്മയ്ക്ക് തോന്നാൻ എന്താ കാരണം? അവര് ചിലപ്പോ വേറെന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ആയിക്കൂടെ? ഞാനൊന്നും ഒളിഞ്ഞു കേൾക്കാൻ നിൽക്കാറില്ല മാഷെ. അത് നമുക്ക് ശമ്പളം തരുന്നവരോട് കാണിക്കുന്ന നെറുകേടല്ലേ. പക്ഷേ പ്രതീക്ഷിക്കാതെ കാതിൽ ചില വാക്കുകൾ വന്നു വീഴും. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. സുശീലയ്ക്കും ഹർഷയ്ക്കും അനുമോൾ ഇപ്പോഴും ശത്രു തന്നെയാ. അതുകൊണ്ട് അവർ രണ്ടുപേരെയും മോള് കണ്ണുടച്ച് വിശ്വസിക്കരുത്. എവിടെയോ എന്തോ ഒരു ചതി നടക്കുന്നുണ്ട്. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ, ഒരു വഴിപാടുണ്ട്. പറ്റേ മാഷേ? ശരി ശരി മോളെ.